കിട്ടിയടാ കിട്ടി. പക്ഷെ കാല് പോയി. കിട്ടിയായി ഒരു കാല് പോയടാ. ഈ സൈഡിലെ കാല് പോയി തൊണ്ടിക്കാരനായി. ബാഗ് കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ ബാഗിന്റെ ഒരു സൈഡ് കാല് പോയിട്ടുണ്ട്. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നതാ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ വരെ, വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂർ മുമ്പ് വരെ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. ടെൻഷൻ അടിക്കാനുള്ള കാരണമുണ്ട്, വേറൊന്നുമല്ല. നമ്മളിപ്പം 6 പേര് സുഹൃത്തുക്കളായിട്ടാണ് തായ്ലാൻഡിലേക്ക് വന്നത്. അപ്പം നമ്മൾ 6 പേര് ഫ്ലൈറ്റ് കയറിയത് ചെന്നൈ ടു ഡൽഹി ടു ബാങ്കോക്ക്, ഇങ്ങനെയാണ് വന്നത്. അപ്പം 6 പേരും വന്ന് കറക്റ്റ് ബാങ്കോക്കിൽ ഇറങ്ങി. എല്ലാവരും എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി എമിഗ്രേഷൻ്റെ എല്ലാം ഓൺ അറൈവൽ വിസ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് വന്നു. എല്ലാവരും ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ 5 പേരെ ലഗേജ് വന്നു. എല്ലാം 5 പേരെ ലഗേജ് വന്നു. ഞാൻ മാത്രം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വരും എൻ്റെ ബാഗ് ഇപ്പോൾ വരും. ഇപ്പോൾ ഓരോ ബാഗ് വരുമ്പോഴത്തേക്കും ഞാൻ നോക്കുന്നുണ്ട് എൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഒരു നീല കളർ ബാഗാണ്, ട്രോളി. അപ്പം നീല കളർ ട്രോളി ബാഗ്. വേറെ 2-3 പേരൊക്കെ ബാഗ് വന്നപ്പോൾ ഞാൻ അത് പോയി പെട്ടെന്ന് എടുത്തിട്ട് ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ എൻ്റെ ബാഗല്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് കുറേ ആയി. എല്ലാവരും പോയി, ഓരോരുത്തരും ഒരു 5-6 ബാഗ് മാത്രം ബാലൻസ് വന്നു. അപ്പോൾ 5-6 ബാഗ് വന്നപ്പോഴത്തേക്ക് അതിന് ഉടമസ്ഥരൊന്നും ഇല്ല. അങ്ങനെ അവിടെ നിന്നിട്ട് ഒരു സ്റ്റാഫ് വന്ന്, തായി ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബാഗ് നഷ്ടപ്പെട്ടോ, ബാഗ് എന്താണ് കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ബാഗ് മിസ്സിംഗ് ആണ്, എനിക്ക് ഇതുവരെ ബാഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു 4-5 പേര് ഈ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പുറത്തോട്ട് പോയി. അപ്പോൾ ഞാനും എൻ്റെ കൂടെ വന്ന് വേറൊരു ചേട്ടനും മാത്രം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരം നിന്നിട്ടും ബാഗ് കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, സർവീസ് സെൻറ്റർ, എയർ ഇന്ത്യയുടെ ബാഗേജ് സർവീസ് സെൻറ്റർ ഉണ്ട്, അവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ബാഗ് പോയി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കഴിയുമ്പോൾ തന്നെ ഈ അവിടെ ഇമിഗ്രേഷൻ്റെ ഓഫീസർ തായ് പോലീസാണെന്ന് തോന്നുന്നു. തായ് പോലീസ് വന്നിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തന്നെ എൻ്റെ മൊത്തത്തിലുള്ള കിളി പോയി, ആകെ ടെൻഷനായി. കാരണം ഒന്നും പറയാനും വയ്യ, ബാഗ് പോയി. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ബാഗ് പോയി, അങ്ങനെയാണ്. അപ്പോൾ ചോദിച്ചു, അങ്ങനെ എന്തിനാണ് വന്നത്? അപ്പോൾ ടൂറിസ്റ്റ് വിസയാണ്, കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർ പുറത്ത് നിൽപ്പുണ്ട്, അപ്പോൾ ബാഗ് പോയതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ എന്നോട് ഷോമണി ചോദിച്ചു. ഷോമണി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, 20,000 ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കാണിച്ചു, ഷോമണി കാണിച്ചു. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു, ശരി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേച്ചിയോട്, അവിടെ നിന്ന് തായ് സ്റ്റാഫാണ്, എയർ ഇന്ത്യയുടെ തായ് ലേഡിയാണ്. അപ്പോൾ അവരോട് കംപ്ലയിൻറ്റ് ചെയ്തു. അവരോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അവർ പെട്ടെന്ന് കുറേ പാസ്പോർട്ടൊക്കെ മേടിച്ച് ബാഗേജൊക്കെ എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് കുറേ നേരം അവിടെ നിർത്തിയിരുന്നു. എന്നിട്ട് 1-2 ഫോം തന്നു. ആ ഫോമെല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്തു. നമ്മുടെ ഹോം അഡ്രസ്സ്, അതുപോലെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സ്, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, വെയിറ്റ് ചെയ്യ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ നേരം ടെൻഷൻ അടിച്ച് ഇങ്ങനെ അവിടെ മിണ്ടാതെ നിന്ന് 5-10-15 മിനിറ്റോളം അവിടെ നിർത്തിയിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ബാഗ് കിട്ടോ, എവിടെയാണ്. അപ്പോൾ അവരിങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഒന്നും പറയുന്നില്ല, ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിർത്തിയേക്കാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് ഇതേ ഉള്ളൂ, വേറെ ഡ്രസ്സൊന്നുമില്ല, വേറെ ഡ്രസ്സില്ല, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ലേഡി പറഞ്ഞു, സാർ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് കഴിഞ്ഞിട്ട് ATM-ൽ അവർ തന്നെ പോയിട്ട് ATM-ൽ പോയിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ATM ഉണ്ട്. ATM-ൽ പോയിട്ട് തായ് ബാത്ത് കാശ് എടുത്തിട്ട് വന്നിട്ട് ഒരു 3600 തായ് ബാത്ത് എൻ്റെ തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് എനിക്ക് പൈസ തരണത്? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ബാഗുമായിട്ട് പറഞ്ഞത് ആദ്യമായിട്ടാണ്. ഡൊമസ്റ്റിക്കിൽ പോയിട്ടുണ്ടെങ്കിലും ഡൊമസ്റ്റിക്കിൽ ഹാൻഡ് ബാഗ് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവമേ, ഇനി 3600 രൂപയാണ് എൻ്റെ പെട്ടിയുടെ വില, ഇത് തന്നെ എന്നെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സോറി സാർ, ഇത് ഡിലേ ചാർജാണ്, സാറിന് ഒരു ദിവസം ഡിലേ വരും, ബാഗ് വരാൻ ഡിലേ ചാർജാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് പൈസ വേണ്ട, ഞാൻ ഒരു ആകെ അന്തം വിട്ടുപോയി. നമ്മൾ സാർ ഇത് വാങ്ങിച്ചു വന്നിട്ട് അവർ എനിക്ക് പൈസ തന്നിട്ട് ഒരു സ്ലിപ്പും തന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ പൊയ്ക്കോ, സാറിൻ്റെ അപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ ബാഗ് അവിടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറേ നേരം അവിടെ നിന്നിട്ട് വേറെ വഴിയില്ല, ഇറങ്ങിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ടാക്സി വിളിച്ച് അപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷമാണ് മെയിൽ വരുന്നത്. സാറിൻ്റെ ബാഗ് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രേസ് ചെയ്യാനുള്ള മെയിൽ അങ്ങോട്ട് അയച്ചു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 2-3 മെയിൽ വന്നു. ആദ്യത്തെ ദിവസം ട്രേസിങ്ങിൻ്റെ മെയിൽ വന്നു, അപ്പോൾ കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ദിവസം വന്ന മെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹിയിൽ നിന്നാണ് എൻ്റെ ബാഗ് മിസ്സായിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് എൻ്റെ ബാഗ് മാത്രം കയറിയിട്ടില്ല, എൻ്റെ ബാഗ് അവരവിടെ കളഞ്ഞു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് പിന്നീട് രണ്ടാമത്തെ ദിവസം വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ നിന്ന് റിസീവ്ഡ് ആയിട്ടുണ്ട്, അത് നാളെ തന്നെ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ഫ്ലൈറ്റിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇവിടുത്തെ ഒരു 6:50
ബാങ്കോക്കിൽ എയർപോർട്ടിൽ ഇറങ്ങും, അത് വന്നിട്ട് നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുവിധം സമാധാനപ്പെട്ടു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെ മെസ്സേജ് വന്നു, ബാഗ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള 2 പിക്ചർ, എൻ്റെ ബാഗിൻ്റെ പിക്ചർ അവരെനിക്ക് അയച്ചു തന്നു. അത് കൺഫർമേഷൻ മെയിലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബാഗ് തന്നെയാണ്, എൻ്റെ നീല ബാഗ് തന്നെയാണ്. അങ്ങനെ ഞാൻ ആ നീല ബാഗിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തിരിച്ച് അവർക്ക് റിപ്ലൈ മെയിൽ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മെയിൽ വന്നു, അപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് കറക്റ്റ് ആണോ, അപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ ടുഡേ ഈവനിങ് തന്നെ ആ ബാഗ് ഡെലിവേർഡ് ആവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും അപ്പാർട്ട്മെൻറ്റിൻ്റെ റിസപ്ഷനിൽ പോയിട്ട് ആ ലേഡിയോട്, അപ്പോൾ അവിടെ നിന്നൊരു പയ്യന് ഈ തായ് ഭാഷ മാത്രമേ അറിയാവൂ. അപ്പം എനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വേറൊരു ലേഡിയെ വിളിച്ചു, അവൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ 2 ഫോൺ നമ്പർ, ഞാൻ എയർപോർട്ടിൽ കൊടുത്ത നമ്പർ തെറ്റായിരുന്നു. അപ്പോൾ അത് തിരിച്ച് മാറ്റി 2 നമ്പർ കൺഫേം ചെയ്ത് തിരിച്ച് വീണ്ടും അവർക്ക് മെയിൽ ചെയ്തു, അപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് എല്ലാം കറക്റ്റാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഇനി യാത്ര ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ ബാഗേജ് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഉറപ്പായിട്ടും അവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് അവിടുത്തെ ഡിലേ ചാർജ് വാങ്ങിയിട്ടേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാവൂ. അപ്പോൾ ഈ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു, ഞാൻ പൈസ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ അവരെനിക്ക് പൈസ തന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, എയർ ഇന്ത്യയുടെയാണ്. അപ്പോൾ എയർ ഇന്ത്യയിൽ നിന്ന് പൈസ തന്നുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് ഇറങ്ങിയാലും അവിടെ നിന്ന് ഡിലേ ചാർജ് നമ്മൾ വാങ്ങി, നമ്മുടെ കയ്യിൽ കാശില്ല, നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കണം എന്നുള്ള പറഞ്ഞിട്ട് അവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് ഡിലേ ചാർജ് വാങ്ങിയിട്ട് ഒരു ദിവസത്തെ വാങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങാവും. അപ്പം എന്തായാലും ബാഗ് കൈ കിട്ടിയിട്ടുണ്ട്, അതിൽ കുറച്ച് പരിക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി ബാഗേജ് നഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ബാഗേജ് നഷ്ടപ്പെട്ടു പോയാൽ എന്താണെന്നുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.